നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയൊരു ഐറ്റം കൊണ്ടുവന്നിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ PVC ലൂറുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈം ഇറങ്ങിയ സമയത്തൊക്കെ നല്ല ക്വാളിറ്റിയിലും നല്ല സ്ട്രെങ്ത്തിലൊക്കെ ആയിരുന്നു ഇറങ്ങിയിരുന്നത്. ഇപ്പോൾ അതിന് മാറ്റം വന്നു തുടങ്ങി. കാരണം വെച്ചാൽ റേറ്റ് കുറച്ച്, അതിന്റെ ക്വാളിറ്റി കുറച്ച്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ സ്കിന്ന് കാര്യങ്ങളൊക്കെ പൊളിഞ്ഞു വരുന്ന ഒരു പ്രശ്നം ഇപ്പോൾ മൊത്തത്തിൽ മാർക്കറ്റിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനൊരു മാറ്റമായിട്ട് നമ്മളൊരു പുതിയൊരു സാധനം വന്നിട്ടുള്ളതാണ്. വെൽക്കം ടു ഡെക്കോറിയാസിൽ. ഇത് ഓൾറെഡി ഉള്ള ബ്രാൻഡാണ്, പെരെ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. ഇത് നമുക്ക് തൃശ്ശൂര് നടത്തറ എന്ന് പറഞ്ഞ നമ്മുടെ ഹൈവേ ഉണ്ട്, അതിനോട് ചേർന്ന് ഒരു ഐവറി ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനം ഉണ്ട്. അവർക്ക് ഇതിന്റെ ഒരു ഡീലറാണ്. പിന്നെ അവർക്ക് ഒത്തിരി പ്രൊഡക്റ്റുകൾ ഉണ്ട്, പ്ലൈവുഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒപ്പം തന്നെ ഇതിന്റെ ഒരു ഡീലർഷിപ്പ് കൂടി ഉണ്ട്. ഇത് പോളിമറാണ് ഓൾറെഡി. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് മറ്റേ PVC പോലുള്ള സ്കിന്ന് പൊളിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ഇതാണ് ഇങ്ങനെയാണ് ഈ സാധനം വരാം. ഇത് പല പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇത് ഫുള്ളി സോളിഡ് ആയിട്ടാണ് വരാം. അത്യാവശ്യം സ്ട്രെങ്ത് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇതുപോലെ കർവ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെയല്ല, നല്ല രീതിയിൽ കർവ് ചെയ്യാൻ പറ്റും നമുക്ക്. അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് കൂടി ഇതിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എക്സ്റ്റീരിയർ ഗ്രേഡിലേക്ക് പറ്റില്ല, എന്നിരുന്നാലും നമുക്ക് സീലിംഗിന്റെ ഒക്കെ ബോട്ടത്തിൽ കാര്യങ്ങൾ, അതായത് എക്സ്റ്റീരിയർ തന്നെ ബോട്ടത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യാം. മെയിനായിട്ട് കൂടുതൽ പറയുന്നത് ഇൻസൈഡിലേക്കാണ്, അതായത് ഇന്റീരിയറിലേക്കാണ്. നമ്മൾ സീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിലേക്ക് കൊടുക്കാനാണ് ഒരു കൂടുതലും കമ്പനി പ്രൊമോട്ട് ചെയ്യുന്നത്. അത് നമുക്ക് ഇന്റീരിയറിലും ഉണ്ട്, എക്സ്റ്റീരിയർ ആയിട്ട് സ്പെഷ്യലായിട്ട് നമുക്കിതിൽ അതിനുള്ള ഐറ്റം ഉണ്ട്. അത് നമുക്ക് എക്സ്റ്റീരിയർ ആയിട്ട് നമ്മളിപ്പോൾ റൂഫിങ്ങിലൊക്കെ ഔട്ട് സൈഡ് റൂഫിങ് കാര്യങ്ങൾ, അതുപോലെ കാർ പോർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ വെയിൽ അത്യാവശ്യം കൊണ്ടാലും കുഴപ്പമില്ലാത്ത ടൈപ്പിൽ, അതായത് മങ്ങാത്ത ടൈപ്പ് ഗ്യാരണ്ടി ഉള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ കൂടുതലായിട്ടുള്ള മോഡൽസും കാര്യങ്ങളും നമുക്ക് കാണാം. ഈ ഒരു ടൈപ്പ് പാനൽസ് ആണ് നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സോഫിറ്റ് പാനൽ എന്നാണ് ഇതിനെ പറയുക. ഇതിന്റെ ഏകദേശം 1 mm തിക്നെസ് ആണ്, അതായത് 1 mm പ്ലസ് തിക്നെസ് ഉണ്ടാവും. പിന്നെ ഇതിന്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ കർവ് ചെയ്യാൻ പറ്റും. അത് പൊട്ടേ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ കളർ മങ്ങി, അതുപോലെ സ്കിന്നും നല്ല നമുക്ക് വരണം. ഇത് പോളിമർ ആയതുകൊണ്ട് തന്നെ ഇത് ഫുള്ളി പ്രിന്റിംഗ് ആയിട്ടാണ്, അതായത് ഇതിന്റെ ഒപ്പം തന്നെ ഇൻബിൽഡ് ആയിട്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ സ്കിന്ന് പൊളിഞ്ഞു വരുന്ന ആ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇതിനുണ്ടാവില്ല. പിന്നെ അതിനെല്ല ക്ലീൻ ചെയ്യാനും വളരെ, ഈ റൗണ്ട് ടൈപ്പ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. കാണാനും ഒരു റോയൽ ലുക്കായിട്ട് നമുക്ക് കിട്ടും. അതാണ് ഈ ഒരു ടൈപ്പിന്റെ പ്രത്യേകത. ഇതിന്റെ തന്നെ ഒത്തിരി പാറ്റേൺസുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി പാറ്റേൺസുകൾ നമുക്കുണ്ട്. അതായത് ഇതിന്റെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഡുവോ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഇത് ഇത്തിരി ലെങ്ത് കൂടുതലാണ്. ഇത് ഏകദേശം ഒരു 15 സെന്റിമീറ്റർ താഴെയാണ് ഇതിന്റെ ഓരോ ഗ്യാപ്പ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്രൂ, അങ്ങനത്തെ ടൈപ്പ്. അതുപോലെ തന്നെ ഡിവൽ ടോൺ ഉണ്ട്. ഇതിൽ ബ്ലാക്ക് ഡിസൈൻ വരുന്ന ഒരു പാറ്റേൺ. ഇത് ഇന്റീരിയറും ഉണ്ട് എക്സ്റ്റീരിയറും ഉണ്ട്. ഇത് ഡിവോ എന്ന് പറഞ്ഞ പാറ്റേൺ. അതുപോലെ തന്നെ ഇത് ജസ്റ്റ് ഇതുപോലെ തന്നെ ഇങ്ങനെ ഹമ്പ് ടൈപ്പ് ആയിട്ടുള്ള ടൈപ്പ് ഡിസൈനാണ്. ഇതിനെ ഡോം ഡിസൈൻ എന്ന് പറയണതിനെ. ഇങ്ങനെ ഹമ്പ് ടൈപ്പ് ആയിട്ടുള്ള ഇതിങ്ങനെ ലൂപ്പ് ചെയ്താണ് കൊടുക്കുക. ഇതിനെ സംബന്ധിച്ചോളം ഇതിനെ ലൂപ്പ് ചെയ്ത് ഓരോ ഡിസൈൻ അനുസരിച്ച് ഇങ്ങനെ ലൂപ്പിംഗ് കാര്യങ്ങളായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് അങ്ങനെ പോവുക ചെയ്യുക. അപ്പോൾ ജോയിന്റ് കാര്യങ്ങൾ ഇതിൽ പ്രശ്നങ്ങൾ വരില്ല. എല്ലാം ലൂപ്പ് ചെയ്ത് വരുമ്പോൾ ഒറ്റ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഇതിന്റെ പാറ്റേൺ വരാം. ഇതൊക്കെ നമുക്ക് അധികാരം കണ്ടുണ്ടാവില്ല ഇങ്ങനത്തെ പാറ്റേൺ ഒക്കെ. ഇത് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഡോം ഡിസൈൻ ആയതുകൊണ്ട് ഇങ്ങനെ കുഴിവിന് ഹമ്പ് പോലത്തെ ഒരു ടൈപ്പ് പാറ്റേൺ ആണ്. ഇതുപോലെ തന്നെ പലതരം കളർ ഷെയ്ഡിലുണ്ട്. വുഡ് ഷെയ്ഡ് ഉണ്ട്, ഇതുപോലത്തെ ഒരു ലൈറ്റ് ടോൺ ഉണ്ട്, ഡാർക്കുകൾ, അതുപോലെ തന്നെ ഒരു 5-8 ഷെയ്ഡ്സ് ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പ്, ഇത് നമ്മൾ സാധാരണ PVC ലൂവറിലും WPC ലൂവറിലും നമ്മൾ കണ്ടിട്ടുണ്ടാവാം. ഈ ഒരു ടൈപ്പ് മോഡൽ ഇതിനെ ലിനിയ എന്ന് പറഞ്ഞ മോഡലാണ്. അതായത് ഏകദേശം 25 mm തിക്നെസ്, അതായത് ഗ്യാപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു 12 mm പ്രൊജക്ഷൻ കാര്യങ്ങൾ. ഇത് തന്നെ പ്രൊജക്ഷൻ കൂടിയതുകൊണ്ട് കുറഞ്ഞതുകൊണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കർവ്ഡ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് നമുക്ക് ഇതിനെ ബെൻഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അത് ലൂപ്പ് ചെയ്ത് പോകും. പിന്നെ അതിനെല്ല ഒന്ന് മഴ കൊണ്ടാലോ ഒന്ന് വെയിൽ കൂടുതൽ കൊണ്ടാലോ ഒരു കുഴപ്പം തന്നെ ഉണ്ടാവില്ല. PVC-യുടെ കേസിൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ച് നാൾ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ലോക്കിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ വിട്ടുപോരുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവില്ല. നല്ല സ്ട്രോങ്ങിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും.
പിന്നെ അതുപോലെ തന്നെ ഇതൊരു വെറൈറ്റി പാറ്റേൺ ആണ്. ഇത് പിരമിഡ് ടൈപ്പ് എന്ന് പറഞ്ഞ പാറ്റേൺ ആണ്. പിരമിഡ് ഇങ്ങനെ ഇങ്ങനെ മോനെ പോലെ നിൽക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഇതും അത് നമുക്ക് ഇങ്ങനെ ഈ പറഞ്ഞ കർവ് ഡിസൈനിലൊക്കെ നല്ല രീതിയിൽ കർവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇത് പല കളറിലുണ്ട് കണ്ട. ഇതിപ്പോൾ നമുക്കൊരു ലൈറ്റ് ഗ്രീൻ കളർ ആയിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഒരു ഏകദേശം ഒരു 20-25 മോഡൽ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അത് സ്റ്റോക്കിനനുസരിച്ചായിരിക്കും അവൈലബിലിറ്റി ഉണ്ടാവുക. നമ്മളിപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവർ സെറ്റ് ചെയ്ത് തരും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പ് ഇതാണ് ഇത്തിരി റേറ്റ്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺ ആണ്. കർവ് ടൈപ്പ് ഡിസൈൻ ആണ്. ഇതെന്ന് വെച്ചാൽ ഇതിന് ഫുള്ളായിട്ട് തന്നെ ബെൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ PVC ലൂറൊന്നും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനോ പറ്റില്ല. ഇത് തന്നെയാണ് ഈ ഒരു സംഭവത്തിന് ചെയ്യാനായിട്ട് വെള്ളമാണ്. അങ്ങനെ ഫുള്ളായിട്ട് കണ്ട അങ്ങനെ നമുക്ക് ചുരുട്ടിയെടുക്കാൻ പറ്റും. അത്രത്തോളം ഫ്ലെക്സിബിലിറ്റി ഉള്ള സാധനമാണ്. അങ്ങനെ പൊട്ടേ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ കർവ് ഡിസൈൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ അത് നല്ല നാച്ചുറൽ ടീക്കിന്റെ ഡിസൈനിലുള്ള കളറുകളായതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചറിയാൻ പോലും നമുക്ക് പറ്റില്ല. അത്രത്തോളം നല്ല ഫിനിഷിങ്ങിലും അതുപോലെ തന്നെ ഇത് ഏകദേശം ഒരു 10 അടിയാണ് ഹൈറ്റ് വരാം. സൈസ് പറയുകയാണെങ്കിൽ 10 അടി ഹൈറ്റും അവർ പറയണത് 25 സെന്റിമീറ്റർ 30ന്റെ ഇടയിലാണ് ഇതിന്റെ ലൂപ്പ് ചെയ്ത് വരുമ്പോഴുള്ള ഒരു കവറേജ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 10 അടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കവറേജ് നമുക്ക് കിട്ടും. ജോയിന്റ് ഇല്ലാണ്ട് നമുക്ക് കവറേജ് കാര്യങ്ങൾ കിട്ടും. അതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇതിപ്പോൾ ഇങ്ങനത്തേക്ക് വേണ്ട, ഇതിന് നല്ല രീതിയിൽ ഫ്ലെക്സിബിലിറ്റി കാര്യങ്ങൾ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇത് ആർച്ച് ഡിസൈൻ. ഇതും ഇതുപോലെ തന്നെ നേരത്തെ കണ്ട ഡിസൈനിനേക്കാൾ ഇച്ചിരി ഗ്യാപ്പ് കൂടുതലാണ്. ഒരു ഹമ്പ് പോലെ കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലാറ്റ് അങ്ങനെയായിട്ട് ചെറിയത് ലോങ്ങിൽ നിന്നൊക്കെ നല്ല ലുക്ക് കിട്ടുന്ന ഒരു പാറ്റേൺസ് ആണ് ഈ ഒരു ടൈപ്പിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇത് വെറിറ്റ എന്ന് പറഞ്ഞ മോഡലാണ്. നേരത്തെ കാണിച്ചിട്ടുള്ള ടൈപ്പിന്റെ തന്നെ ഇത്തിരി പ്രൊജക്ഷൻ കൂടുതലാണ്. ഇത് 25 mm കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 17 mm ഇതിന് ഡെപ്ത് ഉണ്ട്. അപ്പൊ നമുക്ക് നല്ല ഡെപ്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഒരു ടൈപ്പ് ഡിസൈനിന്റെ ഒരു പ്രത്യേകത. നല്ല ഡെപ്ത് ഫീലിംഗ് കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് ഈ സീലിംഗിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ലുക്ക് ആയിരിക്കും കാണാനായിട്ട്. നല്ല ഡെപ്ത് ഉള്ള കാരണം തന്നെ നല്ല ലുക്ക് കൂടുതൽ കിട്ടും നമുക്ക്. സാധാരണ ലൂവർ ഡിസൈൻ തന്നെയാണ് ഇതിൽ പറയാ. നമ്മൾ സാധാരണ കാണുന്ന ആ ഒരു ടൈപ്പ് ഡിസൈൻ തന്നെയാണ് ലൂവർ. ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് സീലിംഗിൽ നമ്മൾ ഓൾറെഡി കണ്ടിരിക്കുന്നതാണ്. മറ്റൊരു പാറ്റേൺസ് ഒക്കെ നമ്മൾ അങ്ങനെ കൂടുതലായിട്ട് കാണാൻ ചാൻസസ് കുറവാണ്. ഈ പെര എന്ന് പറഞ്ഞ ബ്രാൻഡിന് അത്യാവശ്യം ഷെയ്ഡ്സ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഡ്യുവൽ ടോൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് പറഞ്ഞാൽ അത്ര വലിയ പ്രൈസും കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. നമുക്ക് ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1500 അതിന്റെ താഴെയാണ് ഇതിന്റെ ഒരു ലെങ്ത്തിന് വരുന്നത്. 10 അടി ലെങ്ത്തും അതുപോലെ തന്നെ ഒരു 30 സെന്റിമീറ്റർ താഴെയായിട്ടാണ് ഇതിന്റെ. അത് ഓരോ ഡിസൈനിനനുസരിച്ച് അതിന്റെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പൊ നമുക്ക് റേറ്റ് നമ്മൾ കമ്പാരിറ്റീവ്ലി അത്ര വലിയ റേറ്റ് എന്ന് പറയാനില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഉപയോഗിക്കുന്ന സ്പേസുകളിൽ നമുക്ക് ലോങ് ടേം റണ്ണിന് നമുക്ക് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റാളേഷനും അത്ര വലിയ ഹെവി അല്ല. ഇതൊക്കെ നമ്മൾ ചാനൽ ചെയ്തിട്ട് അതുമ്പോൾ നമുക്ക് ലൂപ്പ് ചെയ്ത് കണക്ട് ചെയ്ത് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് ടേം റണ്ണിൽ നമുക്കത് വളരെയധികം ഉപകാരത്തിൽ കൊള്ളും. അതാണ് ഈ ഒരു പ്രത്യേകത. ഈ മെറ്റീരിയലിന്റെ പ്രത്യേകത പോലെ സ്കിൻ പൊളി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ലോങ് ടൈം റണ്ണ് നമ്മൾ ഉദ്ദേശിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള മെറ്റീരിയൽ ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. ഇതിന്റെ സ്ഥാപനം വരുന്നത് നമ്മുടെ നടത്തറയുള്ള ബൈപ്പാസിനോട് ചേർന്ന് തന്നെ ഐവറി ട്രേഡേഴ്സ്. അതിപ്പോൾ നെറ്റിൽ നോക്കി കഴിഞ്ഞാൽ ഒരു അഡ്രസ്സ് കാര്യങ്ങൾ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഈ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങളും മോഡൽസും കാര്യങ്ങളൊക്കെ ഒരു ഡെമോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ പാറ്റേൺസും സ്റ്റോക്ക് അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെറ്റീരിയൽ എടുത്ത് ചെയ്യാവുന്നതാണ്. താങ്ക് യു.